രണ്ട് വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച വയനാട്ടിൽ ഇന്ന് ഉന്നതതല യോഗം. രാവിലെ മന്ത്രി ടി സിദ്ദിഖിന്റെ സാന്നിധ്യത്തിലാണ് യോഗം ചേരുക. വൈകിട്ട് ആരോഗ്യമന്ത്രി കെ മുരളീധരനും ജില്ലയിലെത്തും. 4.5 വയസ്സുള്ള ആൺകുട്ടിക്കും 5 വയസ്സുള്ള പെൺകുട്ടിക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. നിലവിൽ 60 പേരാണ് രോഗലക്ഷണങ്ങളോടെ ചികിത്സയിലുള്ളത്. രോഗലക്ഷണങ്ങൾ പ്രകടമാക്കിയ 339 വിദ്യാർത്ഥികളുടെ വീടുകളിൽ പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്തും. കാളിദാസൻ ദേവദത്തും ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന്. കാളിദാസൻ, ഗുഡ് മോർണിംഗ്. എങ്ങനെയാണ് ഈ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ നടക്കുന്നത്? ഒരു സ്കൂളിലെ തന്നെ വിദ്യാർത്ഥികൾക്ക് രോഗലക്ഷണങ്ങൾ കാണിക്കുകയും അവരെല്ലാം ബഹുഭൂരിപക്ഷം വിദ്യാർത്ഥികളെയും നിരീക്ഷണത്തിലാക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. ഈ നിരീക്ഷണത്തിലുള്ള കുട്ടികൾക്ക് ആർക്കെങ്കിലും ഈ ഷിഗല്ല ബാക്ടീരിയയുടെ ഭാഗമായിട്ടുള്ള എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടോ? വെരി ഗുഡ് മോർണിംഗ് ഗോകുൽ, വർഷ. അത്തരത്തിലുള്ള ഷിഗല്ലയുടെ രോഗലക്ഷണങ്ങൾ ഈ നിരീക്ഷണത്തിലുള്ള 339 കുട്ടികൾ കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറെക്കുറെ ആശങ്കയുണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ നിരീക്ഷണങ്ങളിലേക്കും അതോടൊപ്പം തന്നെ ജാഗ്രതാ പ്രവർത്തനങ്ങളിലേക്കും ഒക്കെ തന്നെ ജില്ലാ ഭരണകൂടവും ആരോഗ്യ വകുപ്പും ഒക്കെ തന്നെ കടക്കുകയാണെന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ഈ നിരീക്ഷണത്തിലുള്ള കുട്ടികളുടെ വീടുകളിലും ഒപ്പം തന്നെ വീട്ടിലെ വെള്ളം പരിശോധനയ്ക്കുള്ള നടപടികളും കോർഡിനേറ്റ് ചെയ്യാനുള്ള നടപടികളും ഒക്കെ തന്നെ സ്വീകരിക്കുമെന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ നിരീക്ഷണത്തിലുള്ള കുട്ടികളെ ഈ വിദഗ്ധ സംഘവും പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നുള്ളതാണ് മനസ്സിലാകുന്നത്. നിലവിൽ 60 കുട്ടികളാണ് ചികിത്സയിൽ കഴിയുന്നത്. 2 കുട്ടികൾക്കാണ് ഇപ്പോൾ ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. 19 സാമ്പിളുകൾ കൂടി പരിശോധന കഴിച്ച 19 സാമ്പിളുകൾ കൂടി പരിശോധനാഫലം വരാനുണ്ട്. അപ്പോൾ ആ പരിശോധനാഫലം കൂടി വന്നതിന് ശേഷം എത്തരത്തിലായിരിക്കും ഇതിനൊരു വലിയൊരു രോഗവ്യാപനം ഉണ്ടാകുമെങ്കിൽ കൂടുതൽ ജാഗ്രതയിലേക്ക് തന്നെ കടക്കുമെന്നുള്ളതാണ്. നിലവിൽ ആശങ്കപ്പെടാനുള്ള സാഹചര്യമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്നിരുന്നാലും മാതാപിതാക്കൾക്കും ഒക്കെ തന്നെ ആശങ്കയുണ്ട് എന്നുള്ളതാണ്. രാവിലെ ഉന്നതതല യോഗം മന്ത്രി ടി സിദ്ദിഖിന്റെ അധ്യക്ഷതയിൽ ചേരും. അതിനുശേഷം കൃത്യമായ ഒരു ചിത്രം, നിലവിലെ ഏറ്റവും പുരോഗതിയുടെ ഒരു ചിത്രം സിദ്ദിഖിൽ നിന്നും അധികൃതരിൽ നിന്നും വ്യക്തമാകുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ സ്ഥിതിഗതികൾ വിലയിരുത്താനായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഇന്ന് വൈകിട്ടോടെ ബത്തേരിയിലെത്തും, താലൂക്ക് ആശുപത്രിയിലെത്തും എന്നുള്ളതും കൂടി മനസ്സിലാക്കുന്നു. ശരി, കാളിദാസൻ ദേവദത്തമാണ് വിവരങ്ങൾ നൽകിയത്. ഷിഗല്ല ബാക്ടീരിയയാണ്, അത് വളരെ വേഗം പടർന്നു പിടിക്കും. ജീവന് വലിയ ഭീഷണികൾ ഉണ്ടാക്കില്ലെങ്കിൽ പോലും അത് വളരെ വേഗം വ്യാപിക്കുന്ന ഒന്നാണ് എന്നതാണ് ആശങ്ക ഉയർത്തുന്നത്. 19 സാമ്പിളുകളുടെ വിവരങ്ങൾ കൂടി വരാനുണ്ടല്ലേ? തീർച്ചയായും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.